ഭൂരിപക്ഷ വർഗീയത ഏത് രീതിയിൽ ബി.ജെ.പി. ഉപയോഗപ്പെടുത്തിയെന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വരാൻ. വികസനമാണ് വോട്ടാക്കി മാറ്റിയത് എന്നാണ് ബി.ജെ.പിയുടെ അവകാശവാദം. രാജീവ് ചന്ദ്രശേഖറിന്റെ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിജിയുടെ വികസനം നമ്മൾ കാണണ്ടേ? അത് എന്താണ്? ജനങ്ങളെ രാജ്യത്ത് വലിയ രീതിയിൽ അഴിമതി നടത്തുക. ഇന്ത്യയിലെ അഡാനിയെ പോലെയുള്ള വൻകിട മുതലാളിമാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതാണോ കേരളത്തിൽ എങ്ങനെ ഒരു കോർപ്പറേഷൻ പിടിക്കാൻ നരേന്ദ്രമോദിയുടെ വികസനം എവിടെ കാണുമെന്നാണ് ചോദിച്ചത്. നരേന്ദ്രമോദിയുടെ വികസനം നിയമസഭയ്ക്കുള്ളിൽ മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഗഡ്കരിയുടെ റോഡാന്നാ പറഞ്ഞത്. മുസ്ലിം ലീഗിന്റെ നേതാവ് നിയമസഭയിൽ പറഞ്ഞതാ. അല്ല ആര്യ രാജേന്ദ്രൻ കേൾക്ക്. അല്ല നിങ്ങൾ നോക്ക്, ഇപ്പൊ തൊട്ട് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്തെ ആര്യയും ഭർത്താവ് MLAയും ചേർന്ന് ഒരു KSRTC ഡ്രൈവറെ ആക്രമിച്ചിട്ട് അവർക്കെതിരെയുള്ള കേസ് പിൻവലിച്ച് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അവരുടെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതിനെ കുറിച്ച് ഗായത്രി എന്ന് പറയുന്ന CPM തന്നെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തുകയുണ്ടായി. ഈ രീതിയിൽ ജനങ്ങളാൽ വെറുക്കപ്പെട്ട അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഒരു ഭരണസമിതിയാണ് കാലങ്ങളെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളക്കരയിൽ BJPയും CPMും ഒരേപോലെയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ അകത്ത് നിന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി CPM നടത്തിയിട്ടുള്ളത് വാർഡ് വിഭജനത്തിലെ ഗുരുതരമായ സ്വജനപക്ഷപാതമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും 13,000 വാർഡിന്റെ വോട്ടർമാരുള്ള വാർഡുണ്ടാക്കുന്നു. 12,000 വോട്ടർ. ഇപ്പോൾ ഫാത്തിമ തഹലിയ മത്സരിച്ച വാർഡിൽ, TPM ജിഷാൻ മത്സരിച്ച വാർഡിലൊക്കെ 13,000 12,000 വോട്ട്. എന്നാൽ BJPക്ക് അനുകൂലമായി ചാലപ്പുറം വാർഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ 2,600 3,000 വോട്ടുകൾ. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലും നിങ്ങൾ നോക്കുക, കേരളത്തിൽ BJP ജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ തോറ്റതാരാണ്? CPM ആണ്. നേരത്തെ നമ്മൾ അഷ്കർ ഇവരാരെ പറഞ്ഞല്ലോ. താങ്കൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അറിയാൻ പാടില്ല എന്ന് തോന്നുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാർഡ് വിഭജനത്തിൽ BJPക്കും തിരിച്ചടി ഏറ്റിട്ടുണ്ട്. വലിയൊരു സമൂഹത്തിന്റെ വോട്ട് ലിസ്റ്റിൽ നിന്ന് ഞാൻ തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിൽ മൊത്തമായി കോർപ്പറേഷൻ മാത്രമല്ല പറയുന്നത്. ഇല്ല, വാർഡ് വിഭജനത്തിലെ രണ്ട് കൂട്ടർക്കും തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. BJPക്കും UDFനും തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. LDFന്റെ ഒരു അഡ്വാൻറ്റേജിന് വേണ്ടി തന്നെയാണ് വാർഡ് വിഭജനം നടത്തുന്നത്. അതൊരു ഇൻകംബന്റ് അഡ്വാൻറ്റേജ്. പക്ഷേ ജനങ്ങളുടെ അടുത്ത് തിരിച്ചടി നേടിയിട്ടില്ല. മഞ്ജു, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തരും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വാർഡ് വിഭജനത്തിൽ ജനങ്ങളുടെ കൈകളിൽ നിന്ന് UDFന് തിരിച്ചടി നേരിട്ടിട്ടില്ല. താങ്കൾ പറയുന്നു BJPക്ക് വേണ്ടി വാർഡ് വിഭജനം ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരുമിച്ച് ഭരിക്കുന്നവരാണ്. ഞാൻ കോഴിക്കോട് ചാലപ്പുറം വാർഡ് ഉദാഹരണം പറഞ്ഞല്ലോ. ഞാൻ ഒരുപാട് വാർഡുകൾ പറഞ്ഞല്ലോ. UDF മത്സരിച്ചു. 19 രണ്ടുപേരും കൂടെ കൈകോർക്കാൻ നിൽക്കുകയാണ്. പാലക്കാട് ശ്രീകണ്ഠൻ പറഞ്ഞത് LDF UDF സഖ്യം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലെന്നാ. BJPക്ക് അധികാരത്തിലേറാൻ പറ്റാത്ത രീതിയിൽ LDF UDF സഖ്യം ഉണ്ടാകുമോ ഇല്ലയോ? ഒരു വലിയ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. കാരണം നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയുണ്ട്. ഹങ്ങാണ്. അല്ല, പാലക്കാട്ട് ആദ്യമായി BJP അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണ്? CPM അവരെ പിന്തുണച്ചതുകൊണ്ടല്ലേ, സപ്പോർട്ട് മാറി നിന്ന് സഹകരിച്ചത് കൊണ്ടല്ലേ. ഇപ്പോഴും അവിടുത്തെ ഒരു സ്വതന്ത്രനെ ഇവർ പിന്തുണക്കാൻ തയ്യാറായാൽ BJPക്ക് പടിക്ക് പുറത്താണ്. അവിടെ യഥാർത്ഥത്തിൽ BJPക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലല്ലോ. 28 സീറ്റ് ഉണ്ടായിരുന്ന BJP 25ലേക്ക് താഴ്ന്നതല്ലേ. BJP നേതാവ് ശ്രീ ഉല്ലാസ് ബാബു ഒരേ സഖ്യമാണ്. ഒരേ സഖ്യമാണ്. ഇതിൽ തന്നെ തുറന്ന് സമ്മതിച്ചതാണ്. ഒരേ സഖ്യമായി BJPയെ മാറ്റി നിർത്താൻ എല്ലാ പണിയും എടുക്കുമ്പോഴും BJP മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ജനതയ്ക്ക് അത് മനസ്സിലായിട്ട് BJP ഒറ്റയ്ക്ക് തന്നെ ഭരിക്കട്ടെ എന്ന് തീരുമാനം എടുക്കുന്നത്. ഇവരെ ബഹുദൂരം മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ വികസനം 50 ആയിട്ടുള്ളൂ. 51 കേവല ഭൂരിപക്ഷം. ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ടത് 51. ബാക്കി എല്ലാവരും കൂടെ കൂട്ടി നോക്കുമ്പോൾ 50 ഉണ്ട്. സ്വതന്ത്രരും ഉൾപ്പെടെ. അങ്ങനെ നോക്കുമ്പോൾ 50 ഉണ്ട്. ഒരു സ്ഥലത്ത് ഇലക്ഷൻ നടക്കാനുണ്ട്. ശരി, ഒരു സീറ്റിൽ ഒരിടത്ത്
തെരഞ്ഞെടുപ്പ് നടക്കാനും ബാക്കിയുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുവാനും ബാക്കിയുണ്ട്. അത് BJP-യുടെ ഒരു ശക്തി കേന്ദ്രവും അല്ല. അല്ലേ? അങ്ങനെ ഒന്നില്ല മഞ്ജുഷ് ഇത്തവണ. അത് ഞങ്ങൾക്ക് മനസ്സിലായി, ജനങ്ങൾ സ്വീകരിക്കുമെന്ന് മനസ്സിലായി. അല്ല, ജനങ്ങളുടെ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ഉല്ലാസ് ബാബു തൃശ്ശൂരിൽ എന്ത് പറ്റി? തൃശ്ശൂരിൽ തിളക്കമാർന്ന ജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയപ്പോൾ തന്നെ 35 ഡിവിഷനുകളുടെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു BJP-ക്ക്. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മറ്റിടങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ തൃശ്ശൂരിൽ അത് കോട്ടമായി മാറി. എന്ത് പറ്റി തൃശ്ശൂരിൽ BJP-ക്ക്? നമ്മൾ ആദ്യം ഇവരൊന്ന് ചർച്ച ചെയ്തതിന് ഒരു മറുപടി പറഞ്ഞതിന് ശേഷം അങ്ങ് ചോദിച്ച തൃശ്ശൂരിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ബഹുമാനായിട്ടുള്ള ഗോപകുമാർ സാറിനെയാണ് തന്നെ വിശാൽ ഭാസ്കർ പറഞ്ഞു, ഭൂരിപക്ഷ വർഗീയവാദം ഒരു വലിയൊരു പ്രശ്നമാണ്. ഈ ഭൂരിപക്ഷത്തിന്റെ വോട്ട് പിടിക്കാൻ വേണ്ടി ശബരിമലയിൽ പോയി സംഗമം നടത്തിയ ചരിത്രം കുറച്ച് ദിവസം കൊണ്ട് എന്താ മറന്നുപോയ ഭാസ്കർ എന്ന് നിങ്ങൾ ചോദിക്കണം. ആ വോട്ട് പിടിക്കാൻ വേണ്ടി നടത്തിയ തന്ത്രം വലിച്ചു തൂരി കളഞ്ഞില്ലേ ജനങ്ങൾ? ഇത് തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. കാലങ്ങളായി നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഈ തട്ടിപ്പും വെട്ടിപ്പും നിർത്തിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. നിങ്ങളുടെ MM മണിയില്ലേ, മണിയാസാൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആ ആളിന്ന് എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങളുടെ പെൻഷനും മേടിച്ച് തിന്നിട്ട് നിങ്ങൾ നന്ദികേട് കാണിച്ചു വോട്ടർമാരെന്ന്. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഈ പെൻഷൻ കൊടുക്കുന്ന പൈസ. ഇവരുടെ AKG സെന്ററിൽ നിന്ന് കൊടുക്കുന്ന കാശാണോ ഈ പെൻഷൻ കൊടുക്കുന്ന പൈസ എന്ന് പറയപ്പെടുന്നത്? സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ സർക്കാർ അത് തന്നെ സൗകര്യമാണ് ഇവർ ചെയ്യുന്നത്. 3 മാസം 4 മാസം 5 മാസം കഴിഞ്ഞ് സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ കൊടുക്കുന്ന കാശ് മേടിച്ച് തിന്നിട്ട് അത് നന്ദികേട് കാണിച്ചു എന്ന് പറഞ്ഞത് MM മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ജനം വിധി എഴുതിയപ്പോഴേ അവരുടെ മെക്കെട്ട് കയറുകയാണ്. അപ്പോൾ തോൽക്കുന്ന സമയത്ത് ജനങ്ങളോട് കൊഞ്ചനം കുത്തുകയും ജയിക്കുന്ന സമയത്ത് ജനമാണ് എല്ലാം ശരിയെന്ന് പറയപ്പെടുന്ന നിലപാട് നിങ്ങൾ തിരുത്തിയില്ല. ഭൂരിപക്ഷ വർഗീയതയുടെ കാര്യം ഷാക്കിറും പറഞ്ഞിരുന്നു കേട്ടോ. ഹസ്കർ ഇപ്പോൾ ചർച്ചയിലില്ല, അദ്ദേഹം മറ്റു ചർച്ചയിലേക്ക് പോയിരിക്കുകയാണ്. ഷാക്കിറും ഇവിടെയാണ് പറഞ്ഞിരുന്നത് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന ഒരു അപകടകരമായ രീതിയിലേക്ക് പോകുന്നു എന്നാണ് ഷാക്കിറിന്റെ അഭിപ്രായം. ഇവിടെ ഷാക്കിറിനൊക്കെ പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? ന്യൂനപക്ഷ വർഗീയവാദത്തിനെ ഒക്കെ തിരുത്ത് കയറ്റി വെച്ച് ഒരു രാജ്യത്തിന് അവിടെ മതരാഷ്ട്രമാണ് വേണ്ടതെന്ന് വാദിക്കുന്നവന് പിന്നാലെ നടന്ന് വോട്ടും പിടിച്ച് കിടക്കണം. ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത്? ഓരോ വിഭാഗത്തിൻ്റെ അടുത്ത് പോയിട്ട് പച്ചയ്ക്ക് പച്ച ബോർഡ്, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ബോർഡുകൾക്ക് ശൈലി മാറ്റുക, ഇതൊക്കെ ചെയ്ത് രാഷ്ട്രീയത്തിലെ സകലവിധ നാണം കെട്ട ജാതീയതയും കളിച്ച് ജയിച്ചു വരുന്ന ഈ ഷാക്കിറിന് ഇത് പറയാൻ യോഗ്യതയില്ല എന്ന് മാത്രമല്ല വാക്കിനൊരു വിലയും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ജാതിയെ വീറ്റ് രാഷ്ട്രീയം കളിക്കുന്ന വിഭാഗത്തിൻ്റെ വക്താവല്ലേ അദ്ദേഹം. അദ്ദേഹത്തിന് എന്ത് യോഗ്യത ഇതിനകത്ത് പറയാം? BJP-യെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ വളരെ കൃത്യമാണ്. ഞങ്ങൾ ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വികസിത കേരളം എന്ന് പറയപ്പെടുന്ന കോൺസെപ്റ്റ് വളരെ കൃത്യമായി തന്നെ ഞങ്ങളുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങളുടെ നേതാക്കന്മാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം തന്നതനുസരിച്ച് ഞങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പ്രവർത്തിച്ചു. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ സകലവിധ മേഖലയിലും എല്ലാവിധ ഗ്രാമപഞ്ചായത്തുകളിലും സാന്നിധ്യത്തിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. തൃശ്ശൂരിന്റെ കാര്യം കൂടി. തൃശ്ശൂരിൽ എന്ത് പറ്റി?